Hello guys, welcome back to our YouTube channel iShark Vlogs. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നല്ല മഴയാണ്. റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു 2-3 ദിവസം മുമ്പ്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 2-3 ദിവസം മേലെയായി. സോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക. കാരണം എൻ്റെ വീട്ടിലെ ചുറ്റും നല്ല പ്രകൃതി മനോഹരമായ ഒരുപാട് കാഴ്ചകളാണ്. എസ്പെഷ്യലി മഴ പെയ്യുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ ചക്ക, മാങ്ങ, കൂമ്പ്. മഴയത്ത് ഞാൻ അധികം മുറ്റത്തോട്ട് ഇറങ്ങില്ലെങ്കിലും മഴ പെയ്ത് തോരുന്നൊരു സമയം ഞാൻ ഇറങ്ങും. എന്നിട്ട് നമ്മുടെ കണ്ണിൽ നമുക്ക് അത്രയും മനോഹരമായിട്ട് കാഴ്ച തരുന്ന വെള്ളം നനഞ്ഞ പൂവ്, ഇല, ആ ഓരോ റെയിൻ ഡ്രോപ്സ്, അതിൽ കിട്ടുന്നൊരു സന്തോഷവും ഒരു 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 സുഖമില്ലേ, അതെവിടെയും കിട്ടത്തില്ല. എൻ്റെ മുറ്റത്ത് പേരമരമുണ്ട്, അതുപോലെ നല്ല സപ്പോട്ട മരമുണ്ട്, പിന്നെ നമ്മളൊരു സീതാഫലില്ലേ, സീതപ്പഴം, അതുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ മേ ബി എനിക്കുണ്ടാവുന്ന അത്ര ആ സെയിം സന്തോഷവും ഫീലിങ്സും എൻ്റെ വീട്ടിൽ ഓരോ ചെടിക്കും ഓരോ കായ്ക്കും എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ എവറിത്തിങ് ഈസ്. ഈവൻ തെങ്ങ്, എന്താ പറയുക, ആ തെങ്ങിൻ്റെ ആ തേങ്ങയിലൂടെ ഇങ്ങനെ ഒഴുകി താഴോളെത്തുന്ന ആ ഒരു വെള്ളം, അത് കാണാൻ, ഒന്ന് നനഞ്ഞിരിക്കുന്ന പ്രകൃതിയിലൂടെ ഒന്ന് നടക്കാൻ തന്നെ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മഴക്കാലത്ത് ചിരട്ട അങ്ങനത്തെ എന്താ പറയുക കാര്യങ്ങളിൽ വെള്ളം ഇതാക്കുന്ന ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് കൊതുക് അധികം ഇല്ലാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. സോ പപ്പായ ഉണ്ട്, അതുപോലെ കൂമ്പ്, കാമ്പ്, പിന്നെ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ മുറ്റത്ത് കുറച്ച് മുന്നോട്ടായിട്ട് മാവുണ്ട്. സോ അത് മിക്കവാറും വവ്വാലും കാര്യങ്ങളും കഴിച്ച് അതിൻ്റെ ബാക്കി ഫുൾ നിലത്തുണ്ടാവും. അപ്പോൾ അതെടുത്ത് അപ്പുറം പറമ്പത്തേക്ക് വലിച്ചെറിയുക. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ പക്ഷികളൊക്കെ കൂടണയാൻ വേണ്ടി പോയി. പിന്നെ ഞാൻ ഒരു കൊതുകിനെ കൂടി പിടിച്ചിട്ടുണ്ട്, കുറച്ച് ചോര കൊടുത്തിട്ടുണ്ട് കൊതുകിന്. പിന്നെ എൻ്റെ മുത്തശ്ശൻ്റെ ഭണ്ണാരത്തറയാണ്. അതിനെക്കുറിച്ചൊക്കെ പിന്നെ നമുക്ക് പറയാം. സോ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ചുറ്റും. ചിലപ്പം കാണുമ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കും, പറയും ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മരം മുറിച്ചിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഭയങ്കര വീട് ഇതാക്കി നിർത്തിക്കല്ലേ. ജസ്റ്റ് ഒരു പ്രകൃതിയായിട്ട് എപ്പോഴും ഇണങ്ങി നിർത്തിക്കും. അതിൻ്റെ കൊതുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഭൂമിയുടെ അവകാശികൾ മനുഷ്യരല്ല, സത്യത്തിൽ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്ക്.